ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ദേശീയ തലത്തിൽ ഭാഗികമായി പുരോഗമിക്കുന്നു. പൊതുഗതാഗത മേഖലയെയും IT, ബാങ്കിംഗ്, പോസ്റ്റൽ മേഖലയെ പണിമുടക്ക് സാരമായി ബാധിച്ചു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും തിരക്കേറിയ നഗരങ്ങൾ ഒഴിഞ്ഞുകിടന്നു. മിക്ക സംസ്ഥാനങ്ങളിലും കടകമ്പോളങ്ങൾ പതിവ് രീതിയിൽ പ്രവർത്തിച്ചില്ല. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. രാജ്യത്തെ പുതിയ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, കർഷക തൊഴിലാളി വിരുദ്ധ ബില്ലുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. 10ഓളം ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്ത തൊഴിൽ മുടക്ക സമരം രാജ്യത്തെ സേവന മേഖലയെ സാരമായി ബാധിച്ചു. തമിഴ്നാട്ടിൽ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പണിമുടക്കത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ പൊതുഗതാഗതം സ്തംഭിച്ചു. ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും സർവീസ് മുടങ്ങി. കർണാടകയിലും ഒഡീഷയിലും സമാനമായിരുന്നു അവസ്ഥ. പണിമുടക്കിനോടനുബന്ധിച്ച് തൊഴിലാളികൾ ജോലിയിൽ നിന്നും വിട്ടുനിന്നതോടെ IT, വ്യവസായ മേഖലകളുടെ പ്രവർത്തനം അവതാളത്തിലായി. IT മേഖലയിലെ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തി. ബാങ്കിംഗ് മേഖലയിൽ ബെഫി ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്കിനെ പിന്തുണച്ചതോടെ സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബംഗാളിലും ത്രിപുരയിലും പഞ്ചാബിലും ദേശീയ പണിമുടക്ക് ശക്തമായിരുന്നു. നിരത്തുകൾ ഒഴിഞ്ഞും കടകമ്പോളങ്ങൾ അടഞ്ഞും കിടന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ കൂടി പണിമുടക്കിൽ പങ്കെടുത്തതോടെ തൊഴിൽശാലകളും പ്രവർത്തനരഹിതമായി. അസമിലെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും വ്യവസായശാലകൾക്ക് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ MPമാർ ഐക്യദാർഢ്യം അറിയിച്ച് പ്രതിഷേധിച്ചു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് A റഹീം MP രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. രാജ്യതലസ്ഥാനത്ത് അടിസ്ഥാന തൊഴിലാളി വിഭാഗം സമരത്തിനിറങ്ങിയതോടെ സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഉത്തർപ്രദേശിൽ സമരാനുകൂലികൾ പ്രതിഷേധ മാർച്ചുമായി തെരുവിലിറങ്ങി. ഛത്തീസ്ഗഡിൽ തൊഴിലാളികളുടെ പ്രതിഷേധ യോഗങ്ങളും മാർച്ചും നടന്നു. കർഷക സംഘടനകൾ പണിമുടക്കിന് പിന്തുണയുമായി പ്രധാന കമ്പോളങ്ങൾ അടച്ചിട്ടു. പലയിടത്തും ചന്തകളുടെ പ്രവർത്തനം നിലച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ്, കൽക്കരി, വൈദ്യുതി, പ്രതിരോധ മേഖലയിലെ ജീവനക്കാരും ഉൾപ്പെടെയാണ് സമരം നയിക്കുന്നത്. പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നീളും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.